ഹായ് എല്ലാവർക്കും നമസ്കാരം. ടുഡേ വി ആർ ഗോയിങ് ടു എ ബിഗ് അൺബോക്സിങ്. കൊണിക്ക 1024i 8 മെഷീനാണ് നമ്മളിവിടെ അൺബോക്സ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് ഈ അൺബോക്സിങ്ങിലേക്ക് പോകാം. അതിനുശേഷം ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെഷീൻ്റെ ബോക്സ് ഒക്കെ പൊളിച്ച് വുഡ് ഭാഗമൊക്കെ കംപ്ലീറ്റ് പുറത്ത് കളഞ്ഞു. കുറച്ച് ടാസ്ക്കാണ് അത് പൊളിക്കുക എന്നുള്ളത്. കാരണം നമുക്ക് ഹാമർ വേണം, അതുപോലെ കമ്പിപ്പാര, കട്ടർ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ്. വെൽ പാക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഓപ്പൺ ചെയ്യാനും കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മെഷീൻ നമ്മൾ യഥാർത്ഥ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആണ് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആക്ച്വൽ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറുകളൊക്കെ പൊട്ടിക്കണം. ഇതിന് മേലെ ഇരിക്കുന്നത് ഇവിടെ വരുന്ന ഫാനിന് IR. അപ്പോൾ അതൊക്കെ സ്ഥാനത്ത് നമുക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളെ ഫിക്സ് ചെയ്യാനുള്ളൂ. ബാക്കി പിന്നെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും ചെയ്യണം. പിന്നെ ഇങ്ക് ലോഡ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് അടിച്ച് കാണിക്കാം. ഇനി വീഗലു. അപ്പോൾ ഇതാണ് നമ്മളെ 1024i ഓവറോൾ ലുക്ക് വരുന്നത്. നോറിസ്റ്റെക് നമ്മളെ ബ്രാൻഡ് നെയിം. അതുപോലെ ഗാരേജ് ഇവിടെ വരുന്നത് നമുക്ക് നെഗറ്റീവ് പ്രഷറിൻ്റെ സബ്ടാങ്കാണ്, ഗ്ലാസിൻ്റെ സബ്ടാങ്കാണ് വരുന്നത്. എല്ലാം വെൽ പാക്കിംഗ് ആണ്. പിന്നെ റെയിൽ റെയിൽ ഡബിൾ ബ്ലോക്കാണ് വരുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബെൽറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പിഞ്ച് റോളർ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പിഞ്ച് റോളറാണ്. വാക്കം നല്ല ഫോഴ്സ് ആയിട്ടുള്ള വാക്കമാണ് വരുന്നത്. ഇവിടെ ബെൽറ്റ് വരും. പിന്നെ ഇവിടെ നമ്മൾ ഈ ഫാന് ഇതിലോട്ട് ഫിക്സ് ചെയ്യും. പിന്നെ നമുക്ക് ബാക്ക് സൈഡിൽ വരികയാണെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ വർക്കിംഗ് സിസ്റ്റം ഒക്കെ ഇവിടെ വരുന്നത്. മുന്നേ നമ്മൾ ഈ മെഷീൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇൻസ്റ്റാളേഷൻ വീഡിയോ ആദ്യമായിട്ടാണ് ഇടുന്നത്. ഇത് വാക്കം ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ, അതിൻ്റെ പവർ സ്വിച്ച്, അതേപോലെ മെഷീൻ്റെ മേലെയുള്ള LED സ്വിച്ച്, മെയിൻ പവർ സ്വിച്ച്, എമർജൻസി സ്വിച്ച്, അങ്ങനെ വരുന്നത്. പിന്നെ ഇങ്ക് ലോ ലെവൽ അലാറാണ്. ഇത് ഏത് ഇങ്കാണോ കുറവ് വരുന്നത് അതിനകത്ത് സൈറൺ അടിക്കുകയും ഈ ലൈറ്റ് ഇൻഡിക്കേഷനും അതിനകത്ത് ഉണ്ടാകും. പിന്നെ നേരത്തെ നമ്മൾ കാണിച്ച മെഷീനിലൊന്നും ഈ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇത് നമ്മൾ ബൾക്ക് ഇങ്ക് സ്റ്റോറേജ് സിസ്റ്റമാണ് വരുന്നത്. അതായത് ഇങ്ക് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യുക, അതിന് സെൻസർ ഉപയോഗിച്ചിട്ട് നമുക്ക് വാണിംഗ്, ഈ നേരത്തെ പറഞ്ഞ വാണിങ്ങിൻ്റെ ഇത് ലഭിക്കും. നെഗറ്റീവ് പ്രഷർ സിസ്റ്റമാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡ് പോയാൽ നമ്മളെ CPU വെക്കാനുള്ള റോളർ നോട്ടുകൾ, പിന്നെ മാനുവൽ സ്വിച്ച്, ലെഫ്റ്റ് റൈറ്റ് റൊട്ടേഷൻ സ്വിച്ച്, പിന്നെ മെഷീൻ്റെ പവർ എവിടെയാണ് വരുന്നത്. ഇതൊന്ന് ഹീറ്ററിന്, ഒന്ന് ഇൻഫ്രാറെഡ്, അതായത് ബെഡ് ഹീറ്ററും ഇൻഫ്രാറെഡും, പിന്നെ മെഷീൻ്റെ പവർ. ഇത് UPS വരിക. മറ്റേത് രണ്ട് കറണ്ടിന് നമ്മൾ ഇവിടെ സോക്കറ്റ് പ്രത്യേകം ചെയ്യിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഫാന് ഫിക്സ് ചെയ്യാനുള്ള ക്ലാമ്പാണ്. ഇത് രണ്ടറ്റത്തും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഫാൻ നമ്മളിവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നേരെ ഇതിലോട്ട് കയറ്റി വെക്കും. കുറച്ച് വെയിറ്റ് ഉണ്ടാവും. നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ കാണുന്ന ഇതിൻ്റെ മേലെ വരുന്നത് ലാമ്പാണ്, IR ലാമ്പാണ്. അതിൻ്റെ കണക്ഷനും, അതേപോലെ IR ലാമ്പിന് കൺട്രോളറുണ്ട്, അതിൻ്റെ കണക്ഷനും, പിന്നെ നമ്മളെ കൂളിംഗ് ഫാന്, സാധാരണ ഫാന്, അതിൻ്റെ കണക്ഷനും കൂടിയാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എയർ ലാമ്പ് പിന്നെ നമ്മൾ ഡയറക്റ്റ് കറണ്ടിലാണ് UPSലല്ല റൺ ചെയ്യുന്നത്. ഫാന് നമ്മൾ UPSലാണ് ഇതിൻ്റെ ലൈൻ വരുന്നത്. നമുക്ക് ഈ IR ലാമ്പ് എന്നുള്ളത് 3 സെക്ഷനായിട്ടാണ്. മിഡിൽ, ലെഫ്റ്റ്, റൈറ്റ്. അതിൻ്റെ ഹീറ്റിംഗ് കൺട്രോളാണ് ഇത് വരുന്നത്, ഈ നോബ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ 3 അടിയിൽ മാത്രം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ മാത്രം നമുക്ക് ഓൺ ചെയ്തിട്ട് ആ ഭാഗത്ത് മാത്രം IR ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ 6 ഫീറ്റ് വരെ ആണെങ്കിൽ മിഡിലും ലെഫ്റ്റും ഇട്ടിട്ട്
നമുക്കത് മാത്രം ചെയ്യാൻ പറ്റും. ഇപ്പോൾ 10 ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ 3 ഓൺ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 3ൻ്റെ ഈ കൺട്രോളറാണ്, ഒറ്റ കൺട്രോളറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫാൻ ഫിറ്റ് ചെയ്തു, 6 ഫാൻ ഒരുമിച്ചാണ് അത് ഫിറ്റ് ചെയ്തു. അതേപോലെ കീബോർഡ് വെക്കാനുള്ളത് ഫിറ്റ് ചെയ്തു, ബാക്കിലെ ഫീഡിങ് സിസ്റ്റം ഫിറ്റ് ചെയ്തു. ഇനി ഇതിനകത്ത് മോണിറ്റർ ഇവിടെ വരുന്ന മോണിറ്റർ ഇതിൻ്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് വരുന്ന ഒരു ക്വാളിറ്റിയുള്ള 19 ഇഞ്ച് മോണിറ്ററാണ്. ഇത് നമ്മളിവിടെ ഫിക്സ് ചെയ്യും. പിന്നെ CPU ഒക്കെ നമ്മൾ തന്നെ നോക്കണം. നമുക്ക് എത്ര കപ്പാസിറ്റി വേണം, അതുപോലെ തന്നെ എത്രത്തോളം ഫയൽ സേവ് ചെയ്യണം, അതിനനുസരിച്ചുള്ള മെമ്മറി കപ്പാസിറ്റി ഉള്ള CPU വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാനും. ഇത് റൺ ചെയ്യുന്നത് വിൻഡോസ് 10-ലോ 11-ലൊക്കെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ റെപ്പിംഗ് സോഫ്റ്റ്വെയർ വരുന്നത് ഒന്നുകിൽ അൾട്രാ പ്രിൻ്റ്, അതല്ലെങ്കിൽ മെയിൻ ടോപ്പ്. ഈ 2 സോഫ്റ്റ്വെയറാണ് നമ്മൾ റെപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒന്നാണ് മറ്റേ ടൈമിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് മോണിറ്റർ നോക്കാം. നമ്മൾ മോണിറ്റർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ബോർഡുകൾ ഫിക്സ് ചെയ്യാനുള്ളത്. ഇതിൽ വരുന്ന ബോർഡ് BHXൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ബോർഡാണ്. ഇതിന് കണക്ടിവിറ്റി വരുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ ബോർഡാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ബോർഡുകൾക്ക് ഈ ഒരു 8 ഹെഡിൻ്റെ സ്ലോട്ടുള്ള ബോർഡാണ് വരുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് മദർ ബോർഡും ഈ ബോർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഹെഡ് ബോർഡും മദർ ബോർഡും നമ്മൾ മെഷീനകത്ത് ഫിക്സ് ചെയ്തിട്ട് വരില്ല, നമുക്ക് സെപ്പറേറ്റാണ് വരിക. അപ്പോൾ നമ്മളത് ഫിക്സ് ചെയ്യാൻ പോകാം. അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും ഇവിടുത്തെ പിന്നെ ഫൈബർ കേബിൾ എല്ലാം മെഷീനകത്ത് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്താൽ മതി. ഇനി മെയിൻ ടാങ്കിലേക്ക് ഇങ്ക് ഒഴിച്ചിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ഓൺ ചെയ്താൽ സബ് ടാങ്കിലേക്ക് ഇങ്ക് ഫില്ലാവും. ഈ കാണുന്നത് പോലെ ഇങ്ക് ഫില്ലായിക്കൊണ്ടിരിക്കും. ഓരോ കളറും നമ്മൾ അവിടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അതാത് പമ്പിംഗ് മോട്ടറിൻ്റെ കണക്ഷൻ ബാക്കിൽ കൊടുക്കുമ്പോൾ ഓരോ കളറും ഫില്ലായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമുക്ക് ഏകദേശം എല്ലാ കളറും ഇങ്ക് ഫില്ലായി. സിയാനും മജന്ത, യെല്ലോ, ബ്ലാക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. അതും കൂടി കഴിഞ്ഞാൽ ഇങ്ക് ഫില്ലിങ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കുള്ള വർക്ക് പറഞ്ഞാൽ ഹെഡ് ഫിക്സ് ചെയ്യാനാണ്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ പ്രിൻറ്റിങ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ ഒന്ന് ക്ലീൻ ചെയ്യണം. അതേപോലെ AC-ൻ്റെ കുറച്ചും കൂടി പണി ബാക്കിയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ബാക്കി വർക്കുകൾ ഹെഡ് ഫിക്സിങ്ങും കാലിബ്രേഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്കെല്ലാം ഫില്ല് ചെയ്തു, എല്ലാം ഫില്ല് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകം വാൾവുകളുണ്ട്. വാൾവ് ഓപ്പൺ ചെയ്യാനൊരു പ്രത്യേക ടൂളുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഹെഡ് ഫിക്സ് ചെയ്യാനുള്ളതാണ്. ഇതാണ് 1024i ടൊണീക്കയുടെ ഹെഡ് വരുന്നത്. 30 PL ആണ് ഇതിൻ്റെ പിക്കോലേറ്റർ വരുന്നത്. ഇത് വളരെ എന്താ പറയുക, ഭയങ്കര സെൻസിറ്റീവാണ്. നല്ല കെയർ ചെയ്യണം. പിന്നെ എന്താ പറയുക, അതിൻ്റേതായ ഇങ്ക് ഉപയോഗിക്കണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹെഡ് ശരിക്കും പറഞ്ഞാൽ ഒരു മെഷീൻ നമ്മൾ പുതിയ വാങ്ങിക്കുമ്പോൾ ഏത് മെഷീനാണെങ്കിലും ടൊണീക്കയുടെ ഹെഡാണെങ്കിലും അഡ്സൻ്റെ ഹെഡാണെങ്കിലൊക്കെ വാറണ്ടി നമുക്ക് ഒട്ടുമിക്ക ഹെഡിനും വാറണ്ടി ഉണ്ടാവില്ല. അത് നമ്മൾ പിന്നെ എന്താ പറയുക, നമ്മളത് എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നു. പക്ഷേ ഹെഡ് അങ്ങനെ ഇങ്ങനെയൊന്നും അടിച്ചു പോകില്ല. നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കറക്റ്റ് ഇങ്ക്, അതേപോലെ വോൾട്ടേജ് കറക്റ്റായിരിക്കണം. നമ്മൾ പ്രിൻറ്റിങ് അറ്റ്മോസ്ഫിയർ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഹെഡിൻ്റെ ലൈഫിനെ പിന്നെ ബാധിക്കുന്നതാണ്. ഇതാണ് ഹെഡ് വരുന്നത്. നമ്മളിപ്പോൾ 4 ഹെഡാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. 8 ഹെഡ് ആക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഒത്തിരി പ്രിൻ്റ് അധികം ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് തോന്നാമെന്നുണ്ടെങ്കിൽ നമുക്ക് 8 ഹെഡ് നമുക്ക് ചെയ്യാം. ആ 8 ഹെഡ് റൺ ചെയ്യാനുള്ള ബോർഡും കാര്യങ്ങളൊക്കെ മെഷീൻ ഓക്കെയാണ്. 4 ഹെഡും കൂടി അഡീഷണൽ ഇട്ട് കൊടുത്താൽ അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്കിനി ഹെഡ് ഫിക്സ് ചെയ്യാം. ആണ് ഹെഡിൻ്റെ ബാക്ക് ഭാഗത്തിൽ ഇങ്ങനെ ഒരു V ഷേപ്പാണ് വരിക. ഫ്രണ്ട് ഇങ്ങനെ വരിക. കാഴ്ചയിൽ നമ്മൾ 1024i പിന്നെ അതുപോലെ തന്നെ 512i കാഴ്ചയിൽ സെയിം ആയിരിക്കും. അതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ സെയിം ആയിരിക്കും.
പക്ഷേ അതിൻ്റെ പെർഫോമൻസിൽ ഈ നോസിലിൻ്റെ രീതിയിലാണ് വ്യത്യാസം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ 1024i 2 പാസ് അടിക്കുന്ന പ്രിൻ്റ് 5 ആകുമ്പോൾ 4 പാസ് അടിക്കേണ്ടി വരും. ഇത്രയും നോസിലിൻ്റെ വ്യത്യാസമാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ ബാക്കിലെ ട്യൂബ് എന്ത് ചെയ്യാം, ഇങ്ക് വരുന്ന ട്യൂബ് ബാക്ക് സൈഡിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഹെഡ് ഫിക്സ് ചെയ്യുക. ഇങ്ങനെ ഇവിടെ സ്ക്രൂഡും ഇവിടെ ഒരു പൈപ്പ് കൊടുത്തിട്ട് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് 4 ഹെഡും ഒന്ന് ഫിക്സ് ചെയ്തിട്ട് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഹെഡെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. കണക്ഷൻ കൊടുത്തിട്ടില്ല, കേബിൾ കൊടുത്തിട്ടില്ല, പൈപ്പെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഞാൻ വാൾവ് തുറക്കുന്നത് കാണിച്ചാൽ ഇതാണ് ടൂള് വരുന്നത്. ഇത് 2 ഹെഡിന് ഒരു സപ്ലൈന് 2 ഹെഡ് ഉണ്ടാവുമല്ലോ, നമ്മൾ രണ്ടാമത്തെ ഹെഡിനുള്ള വാൾവാണിത്. ഇതിപ്പോൾ നമ്മൾ ഓൾവേസ് ലോക്ക് ചെയ്തിടണം. രണ്ടാമത്തെ ഹെഡ് തുറക്കുമ്പോൾ വെക്കുമ്പോഴാണ് അത് ഓപ്പൺ ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ഇപ്പോൾ കണ്ട യെല്ലോയിൽ നെഗറ്റീവ് പ്രഷർ എടുക്കുന്നുണ്ട് ഓപ്പൺ ആയപ്പോൾ. ഇനി നമ്മളത് ഹെഡ് ഒന്ന് ഇങ്കൊന്ന് പർജ് ചെയ്തിട്ട് ലോഡ് ചെയ്യണം. ഇപ്പോൾ കറക്റ്റ് ഓപ്പൺ. ഇനി നമ്മൾ യെല്ലോ ഒന്ന് പർജ് ചെയ്ത് നോക്കാം. യെല്ലോ പർജ് ചെയ്തു, എയർ ഔട്ട് ചെയ്യും. യെല്ലോ ഹെഡ് ഇങ്ക് ലോഡ് ചെയ്ത് ഇനി യെല്ലോ ഹെഡിലേക്കുള്ള കണക്ഷൻ കൊടുത്തിട്ട് ജസ്റ്റ് യെല്ലോ ഹെഡ് മാത്രം ടെസ്റ്റ് അടിച്ചിട്ട് ബാക്കി എല്ലാ ഹെഡുകളും കേബിൾ കണക്ട് ചെയ്യാം. ഫസ്റ്റ് യെല്ലോ ഹെഡ് നമ്മൾ ഹെഡ് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും പവർ ഓഫ് ചെയ്യണം. കേബിൾ ഇതാണ് വരുന്നത്. നമ്മൾ ഈ 2 അറ്റവും ഒരേപോലെ ആയിരിക്കും. ആദ്യം ഹെഡിൽ ഈ ഒരു നമ്പർ വരുന്നൊരു ഭാഗമുണ്ട്, അത് ഹെഡിലും ഇവിടെ ഉണ്ടാവും. കറക്റ്റ് നോക്കിയിട്ട് അവിടെ ഫിക്സ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ചെയ്ത് ബോർഡിൽ 2 സ്ലോട്ട് ഉണ്ട്. അതിൽ ഫ്രണ്ടിലെ സ്ലോട്ടിലാണ് നമ്മൾ ആദ്യത്തെ ഹെഡ് കണക്ട് ചെയ്യേണ്ടത്. ഇനി സ്ലോട്ട് മാറിപ്പോയ ഹെഡ് ഫയർ ചെയ്യില്ല എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ജസ്റ്റ് മെഷീൻ ഓൺ ചെയ്തിട്ട് സൈൻ ചെയ്തിട്ട് സ്റ്റാറ്റസ് അടിച്ചു കൊടുക്കാം. മെറ്റീരിയൽ കംപ്ലൈൻറ്റാ? ആ ആ അങ്ങനെ മെഷീൻ്റെ കാലിബ്രേഷനും അലൈൻമെൻറ്റും എല്ലാം തീർന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രിൻ്റ് അടിച്ചു, അതുപോലെ തന്നെ 10 ഫീറ്റിലൊരു പ്രിൻ്റ് അടിച്ചു. പക്കയാണ്, കളറും കാര്യങ്ങളും അലൈൻമെൻറ്റും എല്ലാം പക്കയാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി മെഷീൻ ഒരു 2-3 ദിവസം റൺ ചെയ്തിട്ടുള്ള പോർഷനും കൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ 1024i ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ഇവിടെ കണ്ടിന്യൂസ് പ്രിൻ്റാണ്. ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഏകദേശം ഒരു 5-6 ഹോർഡിങ്സ് വലിയ പ്രിൻ്റുകൾ അടിച്ചിട്ടുണ്ട്. സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. പിന്നെന്താ പറയുക, നമ്മൾ മുന്നേയും ഈ ഒരു മെഷീൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ഒത്തിരി മാറ്റങ്ങൾ പുതിയ മെഷീനിൽ വന്നിട്ടുണ്ട്. എക്സ്പെഷ്യലി റെയിലിൻ്റെ കാര്യം, അതേപോലെ പിഞ്ച് റോളർ, വാക്വം, ഫാന് എല്ലാം അടിമുടി മാറിയിട്ടുണ്ട്. അതേപോലെ ഈ പുള്ളി മോട്ടർ
അതെല്ലാം മാറിയിട്ടുണ്ട്. പുള്ളി ഒക്കെ ഇമ്പോർട്ടഡ് ആണ്. അതേപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഇമ്പോർട്ടഡ് ആണ്. അതേപോലെ കൺവെയർ ബെൽറ്റ് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഓരോ മെഷീൻ വരുമ്പോഴും അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കിയിട്ട് അടുത്ത പ്രൊഡക്ഷനിൽ നമ്മൾ മാക്സിമം എത്രത്തോളം അത് നന്നാക്കാൻ പറ്റും അത്രത്തോളം കസ്റ്റമറുടെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചാണ് ഓരോ മെഷീനിലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ കഴിഞ്ഞ മെഷീനിലൊക്കെ ഇവിടെ ഈ ഫാനിൻ്റെ ഇവിടെ ഒരു അലുമിനിയം ചാനലായിരുന്നു, അതിപ്പോൾ നമ്മൾ കളറാക്കി വന്നിട്ടുണ്ട്. പിന്നെ ഫാനിൻ്റെ ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതേപോലെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ക് വാണിംഗ് അലാറം, ഇത് നേരത്തെയുള്ള മെഷീനിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ഇങ്ക് തീരുമ്പോൾ ഇത് നെഗറ്റീവ് പ്രഷർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ക് തീരുമ്പോൾ ഡ്രോപ്പ് വരുന്ന ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ക് തീരാറാവുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു അലാറം വരികയും നമുക്ക് റീഫില്ല് ചെയ്യാനും പറ്റും. ഏകദേശം മെയിൻ ടാങ്കിൽ 1 ലിറ്റർ ഇങ്ക് വരുമ്പോഴാണ് നമുക്കിത് അലാറം അടിക്കുക. അപ്പോൾ നമ്മൾ റീഫിൽ ചെയ്ത് കൊടുത്താൽ അത് ഓക്കെ ആവും. അപ്പോൾ പിന്നെ എയറിൻ്റെ ആ ബബിൾസിൻ്റെയും പ്രശ്നമൊന്നും ഇതിനകത്ത് വരില്ല. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പുതിയ ഇത് വന്നിട്ടുള്ളത്. പിന്നെ ആ മോണിറ്ററിൻ്റെ വലുപ്പം കൂട്ടിയിട്ടുണ്ട്. ഈ മോണിറ്റർ നമ്മൾ മെഷീൻ്റെ കൂടെ വരുന്നതാണ്. അത് ആദ്യം ചെറിയ 14 ഇഞ്ചായിരുന്നു, അത് വലുപ്പം കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഒരു അടിമുടി മാറ്റം തന്നെ പുതിയ മെഷീനിൽ. വെളിയിൽ കാഴ്ചയൊക്കെ നമുക്ക് മാറ്റം തോന്നുന്നില്ലെങ്കിലും അതിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ക്വാളിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മെഷീൻ്റെ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 4 ദിവസമായിട്ട് പ്രിൻ്റ് അടിച്ചു. നമ്മൾ ബോക്സ് പൊട്ടിക്കുന്ന വീഡിയോ കാണിച്ചു തന്നു. അതേപോലെ ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോ കാണിച്ചു. എല്ലാം ഓരോരോ ദിവസങ്ങളായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞപ്പോൾ ഇന്ന് 5ാമത്തെ ദിവസമാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി പ്രിൻ്റ് അടിച്ചു. ആ പ്രിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ ഓപ്പറേറ്ററെ റിവ്യൂവും കൂടിയും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്നോടൊപ്പം ഉള്ളത് ഇവിടുത്തെ ഓപ്പറേറ്ററാണ് സംവാദ്. ഇപ്പോൾ എത്ര വർഷമായിട്ട് മെഷീൻ ഓപ്പറേറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്? 5 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എങ്ങനെയുണ്ട് പുതിയ മെഷീന്? ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ മുഖയത്തിപ്പറ എങ്ങനെയൊന്ന് സത്യസന്ധമായുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട് മെഷീന്? അടിപൊളി മെഷീൻ. മുന്നേ നമ്മൾ ആ കാണുന്ന 512i ആണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ? ഇപ്പോൾ അതും ഇതും കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്? ഒന്ന് സ്പീഡും ഇതുണ്ട്, പിന്നെ ക്വാളിറ്റി നല്ല വ്യത്യാസമുണ്ട്. കസ്റ്റമർക്ക് പെട്ടെന്ന് പ്രിന്റ് കൊടുക്കാം. ഇപ്പോൾ സംവാദിന് ഈ മെഷീനിൽ ഇഷ്ടപ്പെട്ട ഒരു 3-4 ഫീച്ചർ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ എന്തൊക്കെയാ പറയും? ഇതിൽ മെയിനായിട്ട് കൊടുക്കുന്ന കളർ അങ്ങനെ തന്നെ ഉണ്ടാവും. ഡിസൈൻ പക്ക കളറായിട്ട് കിട്ടും. നമ്മൾ മെയിൻ ടോപ്പിൻ്റെ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. അതും വിത്ത് പ്രൊഫൈൽ ഡോങ്കിളൊക്കെ ഉള്ള സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ സംവാദ് പറഞ്ഞ കാര്യം നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ ക്വാളിറ്റി ആ കളർ തന്നെ നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടും. പിന്നെ രണ്ടാമത്തെ പിന്നെ ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. മാത്രമല്ല നമുക്ക് ഇപ്പോൾ സ്വിച്ചും കാര്യങ്ങളും പെർജിങ്ങിൻ്റെ സ്വിച്ചൊക്കെ നമുക്ക് നമ്മളെ ആക്സസിൽ ഒതുങ്ങണ ഒരു സ്ഥലത്താണ്. നമുക്ക് പെട്ടെന്ന് പോസ് ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ എമർജൻസി സ്റ്റോപ്പ് നമ്മളെ 2 അറ്റത്തും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ വാക്കത്തിൻ്റെ ആണെങ്കിലും പിന്നെ നമ്മൾ IR ലാമ്പിൻ്റെ സ്വിച്ചൊക്കെ നമുക്ക് അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. പ്രിൻ്റ് വിടുന്ന അവിടെ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഹീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ആക്സസ് വളരെ ഈസിയാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ മെയിൻ സ്പീഡ് കസ്റ്റമർക്ക് പെട്ടെന്ന് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സംവാദിന് പറയാനുള്ളത് അല്ലേ? ഹാപ്പിയാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ പെട്ടെന്ന് നമ്മളെ മെഷീൻ മാറിയല്ലോ, അപ്പോൾ നമ്മളെ കസ്റ്റമർ അടുത്ത് നിന്ന് വരുന്ന ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അറിയുള്ളൂ. കാരണം നിങ്ങളാണ് ഫ്രണ്ട് ഓഫീസിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മെഷീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് സംവാദ് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു മെഷീനെ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ മാറി. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന പ്രിൻ്റ് ഔട്ട് കണ്ടിട്ട് കസ്റ്റമർ എന്തെങ്കിലും റിവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ചേഞ്ചസ് ഉണ്ട്. കാരണം നമ്മൾ പക്കാ കളറാണ് കൊടുക്കാൻ പറ്റുന്നത്. മറ്റേത് ആ മെഷീനിൽ വെച്ച് നോക്കുമ്പോൾ കളറിന്റെ ഒരു ചെറിയൊരു ചേഞ്ചസ് നമുക്ക് വരും. ക്ലോത്തിലൊക്കെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അതെ അതിന്ന് ഇതിലേക്ക് വരുമ്പോൾ നല്ല ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് വേറെ വിനയില് ഇതൊക്കെ മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ള ക്വാളിറ്റി തന്നെയാണ്. കളർ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും. അതെ, സ്പീഡും പെട്ടെന്ന് നമുക്ക് കസ്റ്റമേഴ്സിന് പ്രിന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. ഇനി ഈ മെഷീൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ പലരും താല്പര്യപ്പെടുന്നുണ്ടാവും. നമ്മൾ പ്രൈസ് പറയുന്നത് ഇതിന് ഏകദേശം ഒരു 13-13.5 റേഞ്ചിൽ വരും. അത് നമ്മളെ
ലൊക്കേഷൻ അനുസരിച്ചാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് വരുന്നത് ഒരു 13-13.5 പ്ലസ് GST ആ റേഞ്ചിലാണ് വരുന്നത്. 4 ഹെഡിലാണ് വരിക. ഇത് അഡീഷണൽ നിങ്ങൾക്ക് 4 ഹെഡും കൂടി ടോട്ടൽ 8 ഹെഡ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് അഡീഷണൽ 4 ഹെഡിൻ്റെ കോസ്റ്റാണ് കൂടുക. ബാക്കി എല്ലാ ആക്സറീസും ഇപ്പോൾ ബോർഡാണെങ്കിലും ബാക്കി സബ് ടാങ്ക് കാര്യങ്ങളൊക്കെ 8 ഹെഡ് ഇടാൻ പറ്റിയ സെറ്റപ്പിലാണ് ഇത് വന്നിട്ടുള്ളത്. 8 ഹെഡ് ആക്കണം എന്നാൽ 4 ഹെഡിൻ്റെ അഡീഷണൽ കോസ്റ്റ് ഈ 13-ൽ ആഡ് ചെയ്യേണ്ടി വരും. കാണാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോക്ക് താഴെ കോൺടാക്ട് നമ്പർ വെക്കുന്നുണ്ട്. അതിൽ വാട്സപ്പ് ചെയ്യുക, കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബായ്.